ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ സാബു ടി പോൾ വെട്ടിയാർ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസ് എന്ന ക്രിസ്തീയ പ്രോഗ്രാമിലൂടെ പ്രഭാത സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വേദഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. അവിടെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവസ്നേഹത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഈ വേദഭാഗത്തെ മിനി ബൈബിൾ എന്ന ഒരു വിശേഷണം കൂടെ നൽകി നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ദൈവസ്നേഹം, ആ സ്നേഹത്തിൻ്റെ വിശേഷത നമുക്ക് എങ്ങനെ ധ്യാനിക്കുവാൻ കഴിയും? ദൈവസ്നേഹത്തിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിൽ പറയുന്നത് അഗപ്പെ എന്നുള്ള വാക്കാണ്. ആ വാക്കിൻ്റെ അർത്ഥം ത്യാഗപൂർണമായ സ്നേഹം, അല്ലെങ്കിൽ മറ്റുള്ളവരെ നന്മയെ കരുതി മാത്രം കൊടുക്കുന്ന സ്നേഹമെന്ന് അഗപ്പെ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ലോകത്ത് മനുഷ്യർ സ്വാർത്ഥരായിട്ട് മാറുന്ന ലോകം, തന്നിഷ്ടക്കാരായി സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ പാടെ മറന്നു കളയുകയും ചെയ്യുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ വിശേഷത നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നത് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ. അവിടെ നാം വായിക്കുന്നത്: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഭാഗത്ത് ദൈവസ്നേഹത്തെ കുറച്ചുകൂടെ ആഴമായിട്ട് ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ വിശുദ്ധ തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു താനും നമ്മെ സ്നേഹിച്ച് നിത്യാശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലും നൽകി. ലോകത്ത് നിരാശപ്പെട്ട് കഴിയുന്ന, ആദി പൂണ്ട് കഴിയുന്ന, അസ്വസ്ഥരായിട്ട് കഴിയുന്ന മനുഷ്യർക്ക് കർത്താവിനുള്ള ആശ്രയം എന്തെല്ലാം നന്മകളാണ് നൽകുന്നത് എന്നുള്ളത് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് നമുക്ക് നിത്യാശ്വാസം നൽകുന്നു. മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോൾ, ആകുലപ്പെട്ടിരിക്കുമ്പോൾ, വേദനപ്പെട്ടിരിക്കുമ്പോൾ അവിടെ മാനുഷികമായ സഹായത്തെക്കാളും വാക്കിനേക്കാളും അപ്പുറമായിട്ട് നമുക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകുന്ന ദൈവസാന്നിധ്യം അതെത്രയോ ധന്യമാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ: കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. നമ്മുടെ നിജസ്ഥിതി എന്തായിരുന്നു എന്ന് അവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാണ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നിത്യ നരകശിക്ഷാവിധിക്ക് യോഗ്യരായിത്തീർന്ന മാനവജാതിയെ ദൈവം സ്നേഹിച്ചത് ഏത് നിലയിലുള്ള സ്നേഹം നൽകിയാണ്? അവിടെ വായിക്കാൻ കഴിയുന്നത് തൻ്റെ മഹാസ്നേഹനിമിത്തമാണ്. മഹാകരുണയുള്ള
മഹാ ആർദ്രതയുള്ള ദൈവം തൻ്റെ മഹാസ്നേഹം വെളിപ്പെടുത്തി നമ്മെ അതിക്രമങ്ങളിൽ നിന്നും മരിച്ച അവസ്ഥയിൽ നിന്നും നിത്യ നരകശിക്ഷാവധിയിൽ നിന്ന് രക്ഷിച്ചു എന്ന് അവിടെ നമുക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നാം ദൈവത്തിൻ്റെ കൃപയെ ധ്യാനിക്കുമ്പോൾ, ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, നമ്മെ സ്നേഹിച്ച് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച് തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ച ദൈവസ്നേഹം, അത് ഗോൽഗോഥ മലമുകളിൽ കാൽവരി ക്രൂശിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് തൻ്റെ ശരീരത്തെ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി തൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. പ്രവാചകൻ പറയുന്നത്, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായിട്ട് മാറി. തൻ്റെ മുഴു രക്തവും നൽകി നമ്മെ സ്നേഹിച്ച, ലോകത്തെ സ്നേഹിച്ച അതുല്യമായ ആവാജ്യമായ സ്നേഹം, അത് ദൈവസ്നേഹം ഒന്ന് മാത്രമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ആ കാൽവരി ക്രൂശിലേക്ക് നോക്കി അവിടെ എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ശിക്ഷിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന, ദൈവത്താൽ കൈവിടപ്പെട്ടു പോയ പുത്രനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ സ്നേഹം എത്രയോ ധന്യമായ സ്നേഹമാണ്. ആ സ്നേഹത്തിലുള്ള ആശ്രയമാണ് നമ്മെ സ്വതന്ത്രരാക്കിയത്. ഇന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിന് പാടി കീർത്തനം ചെയ്യുമ്പോൾ നമുക്ക് ധ്യാനിക്കാനുള്ള ഏക കാരണം കൂടാതെ എന്നെ സ്നേഹിച്ച ദൈവസ്നേഹത്തിൻ്റെ മഹത്വമാണ്. അത് പ്രദർശിപ്പിക്കപ്പെട്ടത് കാൽവരി ക്രൂശിലാണ്. ആ ചിന്തയോടെ, ആ ധ്യാനത്തോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, ആരാധിച്ച് മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.